ഈ പാനൽ കംപ്ലൈൻറ്റ് വരിക എന്നുള്ളത് ഇപ്പോൾ ടി വികളുടെ ഒരു സർവ്വസാധാരണമായ പ്രശ്നമാണ്. പാനൽ പല രീതിയിൽ പോകാറുണ്ട്. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ട് പോകാറുണ്ട്. പിന്നെ കുട്ടികളൊക്കെ വല്ലതൊക്കെ വെച്ച് എറിഞ്ഞു പോകാറുണ്ട്. പിന്നെ മുതിർന്നവർ തീർത്ത് പൊട്ടിച്ച് കളയാറുണ്ട്. കുപ്പി എടുത്തെറിയാറുണ്ട്. കസാര എടുത്തടിച്ച് ഇന്നലെ ഒരാൾ പറഞ്ഞു എനിക്ക് അരിശം വന്നപ്പോൾ കസാര എടുത്തടിച്ച് ഞാൻ ടി വി പൊട്ടിച്ചിട്ടുണ്ട്, എന്നെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന നല്ല ബ്രാൻഡുകൾ, അതായത് സോണി, സാംസങ്, എൽ ജി പോലെയുള്ള ബ്രാൻഡുകളുടെ പാനൽ നമുക്ക് ചെറിയ വിലയ്ക്ക് മാറിത്തരാൻ പറ്റും. ഇതിപ്പോൾ ഒരു സാംസങ്ങിൻ്റെ പാനൽ പോയതായിരുന്നു, അത് മാറിയതാണ്. നമ്മളത് ഫുള്ളായിട്ട് പുതിയ പാനൽ ഇതുകൊണ്ട് അതിൻ്റെ ബാർകോഡൊക്കെ ഉണ്ട്. ഇത് ഫ്രെയിംലെസ് ടി വി ആണ്. അതിൻ്റെ ഫുൾ പാനൽ മാറി ഓക്കെ ആയ സെറ്റാണ്. അപ്പോൾ അത് ഒറിജിനൽ പാനൽ തന്നെ നമ്മൾ വെക്കുന്നതുകൊണ്ട് ആ ക്ലാരിറ്റിക്കൊന്നും ഒരു കുറവും വരത്തില്ല. ഇപ്പം ഞാൻ വെച്ച് കാണിക്കാം നിങ്ങളെ. ഇപ്പോൾ ഇതിപ്പോൾ ഈ ടി വി നമ്മൾ ഓണാക്കി. സ്മാർട്ട് ടി വി പവർഡ് ബൈ ടിസൺ, അതായത് സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ഡയറക്റ്റ് വന്നു. എൻ്റെ പിക്ചർ ക്വാളിറ്റി നോക്കിക്കോ, നല്ല ഒറിജിനൽ ടി വിയെക്കാളും നല്ല സൂപ്പർ ക്ലാരിറ്റിയുള്ള ഇതുണ്ട്. നല്ല കട്ടിയുള്ള IPS പാനൽ തന്നെയാണ്, നല്ല പാനലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉള്ളൊരു ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ വ്യവസായം, ഇലക്ട്രോണിക്സ് പണ്ട് ഉണ്ടായിരുന്നതിലും ഇലക്ട്രോണിക്സ് ശരിക്കും ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പുതിയ സർഫസ് മെയ്ഡ് SMD ടൈപ്പ് സർഫസ് മൗണ്ട് ഡിവൈസസ് ഉള്ള ഇലക്ട്രോണിക്സ് വന്നപ്പോൾ ഫങ്ഷനൊക്കെ കൂടുതലാണെങ്കിലും ഒറിജിനലും ഡ്യൂറബിലിറ്റി കുറഞ്ഞു ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്പീക്കർ രംഗങ്ങളിൽ കണ്ടമാനം ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റം വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഞാൻ ചെക്ക് ചെയ്തെടുത്ത് ഈ ബ്രാൻഡഡ് കമ്പനികളുടെ ഡ്യൂപ്ലിക്കേറ്റാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. സോണി, JBL, പൈനിയർ, ബ്ലൂ പന്ത് അങ്ങനെ തുടങ്ങിയ കമ്പനികളുടെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടമാനം വരുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു ആംപ്ലിഫയർ കൊടുത്ത സമയത്ത് ഈ സ്പീക്കേഴ്സിനെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ച ആൾക്കാർ ബുദ്ധിമുട്ടുന്ന കണ്ടപ്പോഴാണ് ഞാൻ സോണിയുടെ ഒറിജിനൽ സ്പീക്കേഴ്സ് ഇറക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ സോണിയുടെ ഒറിജിനൽ സ്പീക്കർ ഇറക്കിയത് കാണിച്ചു തരാം. ഈ സോണിയുടെ ഏറ്റവും കൂടുതൽ നമുക്ക് വിയറ്റ്നാമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഒറിജിനൽ സബ്വൂഫേഴ്സ് ആണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്നതിൽ. ഈ ചൈനീസ് വരുന്നുണ്ട്, അത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ട്. അതിന് വിലയും ഇതിലും ഇച്ചിരി കുറവാണ്. എങ്കിലും ഇത് പക്ക വർക്കിംഗ് ഒറിജിനൽ സാധനമാണ്. ഇത് പിന്നെ ഈ സാധനത്തിന് 1 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. 1 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉള്ള ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടും. ഇതിന് 1800 വാട്ട്സ് ഉള്ള 12 ഇഞ്ച് സബ്വൂഫറാണ്. 12 ഇഞ്ച് സബ്വൂഫർ, കഴുകാവുന്ന സബ്വൂഫറാണ് സോണിയുടെ. ഇത് ഒറിജിനലാണ്. ഇതിപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നതാണ്. നമുക്ക് നേരത്തെ വന്നിരുന്നെല്ലാം തീർന്നു. അപ്പോൾ ഇന്ന് വന്നതാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചെന്നുള്ളേ ഉള്ളൂ. ഇത് കാണിച്ചു തരാം മോനെ. NW1200 1800 വാട്ട്സ് സബ്വൂഫർ. അപ്പോൾ ഇതിന് നമ്മൾ 5990 ഇതിൻ്റെ വില. 5990 രൂപ വിലയുള്ള, നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണേലും നമ്മളിത് അയച്ചു തരാം. ഇതാണ് 5990 രൂപ. പിന്നെ ഇത് 2-3 കെട്ടുകൂടെ വന്നിട്ടുണ്ട്. അത് ജിൻസി എന്നാണെന്നുള്ളത് പൊട്ടിച്ച് നോക്കാൻ പോവാണ്. നോക്കി ഓരോ കെട്ട് പൊട്ടിച്ച് ബില്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് ബില്ല് വാറണ്ടി പേപ്പർ സഹിതമാണ് നമ്മൾ തരുന്നത്. നമുക്ക് സോണിയുടെ ഇന്ത്യയിലുള്ള എല്ലാ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററുകളിലും ഈ സ്പീക്കർ നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഏത് സ്ഥലത്തുള്ളവർക്കും ഇവിടുന്ന് എടുത്തുന്നോർത്ത് വേറെ ഒരിടത്തും വരേണ്ട കാര്യമില്ല, ഇവിടെ വരേണ്ട കാര്യമേ ഇല്ല. ഒറിജിനൽ സാധനം, പക്കാ സാധനം ഗ്യാരണ്ടിയോടുകൂടി നമ്മൾ തരികയാണ്. പലയിടത്തും പോയി 10-200 രൂപ അല്ല 10-500 രൂപ കുറഞ്ഞ് തല്ലിപ്പൊളി സാധനം മേടിച്ച് കരയാതെ ബുദ്ധിമുട്ടാതെ ഈ സാധനം നിങ്ങൾക്ക് 100% വിശ്വസിച്ച് ഞങ്ങളുടെ വശത്ത് നിന്ന് മേടിക്കാം. ഇതിനെ വെല്ലുന്ന ഒരു സോണി പ്രോഡക്റ്റ്. ഈ സോണിയുടെയൊക്കെ പല സാധനങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചിട്ട് സോണി പഴയ പോലെയൊന്നും അല്ല, സോണിക്ക് പഴയ ഗ്ലാമർ ഇല്ല, സോണി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അത് ഒറിജിനൽ മേടിക്കാത്തതുകൊണ്ട്. അത് കാരണം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് 3 ടൈപ്പ് നിങ്ങൾ മാർക്കറ്റിൽ അന്വേഷിച്ചാൽ കിട്ടും. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ബാക്കി നീ പറഞ്ഞു. എൻ്റെ മോഡൽ നമ്പരൊക്കെ പറ, അതിൻ്റെ വില പറ. 3490 സ്പീക്കറാണ്. 6 ഇഞ്ച് XSFB 163G. ഇത് റൗണ്ട് സ്പീക്കറാണ്. റൗണ്ട് 6.25 ഇഞ്ച് റൗണ്ട് സ്പീക്കർ. 2 സ്പീക്കറിനാണ് 6.5 ഇഞ്ച് 16 സെൻറ്റിമീറ്റർ. 6.5 ഇഞ്ച് അതാണ് നമുക്ക്. 6.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 6 ഇഞ്ചാണത്. പിന്നെ 3 വേ സ്പീക്കറാണ്. 3 വേ 3 വേ ആണ് കാണിച്ചു. അതായത് മിഡ് റേഞ്ച് ട്യൂട്ടർ ഊഫറുണ്ട്.
3-വേ സ്പീക്കറാണ്. ഇനി അടുത്ത പെട്ടിയിൽ 4 സ്പീക്കർ. ഓക്കെ, ഒരു പെട്ടിയാണ്. അടുത്ത അവിടെ അടുക്കിക്കും. FB 693E. ഇത് ആർക്ക് 4 ഇതും 3-വേ സ്പീക്കറാണ്. ആർക്ക് 4 3-വേ സ്പീക്കറാണ്. ഇതിൻ്റെ പുറകിൽ ഇത് സ്പീക്കർ പെട്ടി വെട്ടാനുള്ള കട്ടിങ് ഒക്കെ ഇവിടെ ഉണ്ട്. എങ്ങനെയാണ് വെട്ടേണ്ടതെന്നും എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുണ്ട്. ഇതിൻ്റെ സ്ക്രൂ ഉണ്ട്, വയറുണ്ട്, പിന്നുണ്ട്, എല്ലാ സാധനവും അതിനകത്തുണ്ട്. ഫുൾ സെറ്റായിട്ട് 2 സ്പീക്കർ വിത്ത് കവറാണ്. കവറിങ് ഉള്ള സ്പീക്കറാണ്, കവർ ഇല്ലാത്തതല്ല. വിത്ത് കവറിങ്ങിൽ വരുന്നതാണ്. ഇതിൻ്റെ വില 4,990 മെയ്ഡ് ഇൻ വിയറ്റ്നാമാണ് സാധനം, ചൈനീസ് അല്ല. ചൈനയിൽ ഉണ്ടാക്കുന്ന ഇച്ചിരിയുടെ വില കുറഞ്ഞ് പലയിടത്തും അവൈലബിൾ ആണ്. അത് സോണി ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോണി കമ്പനി ഡയറക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇതാണ്. ഈ സാധനം ഞാൻ കമ്പനിയിൽ നിന്ന് തന്നെയാണ് എടുത്ത് തരുന്നത്. മറ്റേത് ഈ ഓൺലൈൻ സൈറ്റുകളിൽ വരുന്ന സെറ്റുകളാണ്. അവിടെ വില കുറവ്, ഇവിടെ വില കുറവ് എന്നൊക്കെ പലരും പറയാറുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. ചെറിയ വില കുറവിന് വേണ്ടി പോയിട്ട് നമ്മളുടെ പൈസ പോവും. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം വീണ്ടും പറയുന്നത്. ഇത് പണ്ടൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും അടുത്ത കാലത്തൊക്കെ ഈ സെറ്റ് വണ്ടിയുടെ സെറ്റുകളൊക്കെ വെച്ച് വരുന്നതുകൊണ്ടാണ് നമ്മളത് ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആംപ്ലിഫയർ വന്നപ്പോൾ നമുക്ക് സ്പീക്കറിൻ്റെ അത്യാവശ്യം വന്നതുകൊണ്ട് നമ്മൾ ഈ ഒറിജിനൽ സ്പീക്കർ വീണ്ടും ഇറക്കേണ്ട അവസ്ഥയിലെത്തി. നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾക്കും കൂടെ വേണ്ടിയാണ്. ഇനി അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു വെച്ചാൽ ഇനി അതിന് കമൻറ്റ് ഇടാൻ നിൽക്കണ്ട. അപ്പം അതാണ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 9 സബ്വൂഫറും 10 സ്പീക്കറും ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. ചെറിയ സ്പീക്കർ, അതിൻ്റെ വില ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഇതാണ് ചെറിയ സ്പീക്കർ, 6.5 ഇഞ്ച് റൗണ്ട് സ്പീക്കർ. അതിന് 3,490. ഇത് ഓവൽ ഷേപ്പ്, ആർക്ക് 4 ഓവൽ ഷേപ്പ് സ്പീക്കർ. ഇതിന് ഈ സ്പീക്കറിന് വരുന്നത് 4,990. ഇത്രയാണ് ഇതിൻ്റെ വില. നമ്മൾ പിന്നെ സബ്വൂഫറിന് വരുന്നത് 5,990. അങ്ങനെ 3 ഐറ്റം സോണിയുടെ ഒറിജിനൽ സ്പീക്കറാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ആയിരിക്കുന്നതാണ് സബ്വൂഫർ. 12 ഇഞ്ച് സബ്വൂഫറാണ്. അത് 1800 വാട്ട്സ്, ഒരു 350-400 വാട്ട്. നമ്മുടെ 350 വാട്ട്സിൻ്റെ AS21 അടിപൊളിയാണ് ആ സബ്വൂഫർ. ഒന്ന് കേൾക്കേണ്ട സൗണ്ടാണ്. അത് കേട്ടാലേ അത് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ബോക്സിലാക്കി വെക്കുക. അപ്പോൾ ഈ 3 സാധനം ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളേ ഉള്ളൂ. വേണ്ടവർക്ക് വിളിക്കാം. നമുക്ക് കമ്പനിയുടെ അഡ്രസ്സ് നമ്മൾ ഇട്ട് തരാം. നിങ്ങൾക്ക് QR കോഡ് ഇട്ട് തരാം, അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇട്ട് തരാം. നിങ്ങൾ അക്കൗണ്ടിൽ പൈസ ഇട്ടാൽ മതി. ഞാനത് നിങ്ങൾക്ക് ഈ കേരളത്തിലോ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഈ സാധനം നമ്മൾ കൊറിയർ വഴി നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ സ്പീക്കറിൻ്റെ. അപ്പോൾ സ്പീക്കർ ഇനി ആ സ്പീക്കർ ഏതാ ഈ സ്പീക്കർ ഏതാണെന്നൊന്നും ചോദിച്ച് വിളിക്കണ്ട. 3 നമ്മുടെ നിലവിലുള്ള സോണിയുടെ 3 ഒറിജിനൽ സ്പീക്കറിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം മനസ്സിലായല്ലോ. സ്പീക്കർ 2 ടൈപ്പാണുള്ളത്. 2 ടൈപ്പ് സ്പീക്കറാണുള്ളത്. കണ്ടല്ലോ, ഈ 2 സ്വൈപ്പ്, ഇത് റൗണ്ട്, ഇത് ഓവല്. ഓക്കെ, വീണ്ടും ഞാൻ പറയാം. 3,490, 4,990, 4,990, 5,990 സബ്വൂഫർ. ഇനി വില പറയണ്ടല്ലോ, എപ്പോഴും വില ചോദിച്ച് വിളിക്കണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വിളിക്കാം. സ്പീക്കർ ആവശ്യമുള്ളവർക്ക് വിളിക്കാം. 3-വേ സ്പീക്കേഴ്സാണ്. ട്യൂട്ടറോ മിഡ് റേഞ്ചോ നെറ്റ്വർക്കോ ഒന്നും മേടിച്ച് നടക്കേണ്ട കാര്യമില്ല. ഒറ്റ ബോക്സ് ഉണ്ടാക്കി വെച്ചാൽ മതി. അടിപൊളിയാണ്. ഇപ്പോഴത്തെ ഒരു പ്രവണത എന്നാന്ന് വെച്ചാൽ പുതിയ വീട് പണിയുമ്പോൾ TV റാക്ക് പണിയുന്നതിനകത്ത് ബോക്സിനകത്ത് തന്നെ ഇത് കൂട്ട് സ്പീക്കർ കയറ്റി വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വലിയ ബോക്സ് കിട്ടും. ഭയങ്കര സുഖമാണ്, ബാസാണ് കേൾക്കാൻ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എന്നാ, നിനക്ക് വല്ലതും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. मेरे मगर तू की करती
സോണിയുടെ പിക്ചർ ടു ടി വിയുടെ ബോർഡാണ്. അവസാന കാലത്ത് ഇറങ്ങിയ വെഗയുടെ ബോർഡാണ്. ഇത് സബ്വൂഫറൊക്കെ ഉള്ള ബോർഡാണ്. ഇതൊരു കസ്റ്റമർക്ക് നമ്മൾ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് സെറ്റ് ചെയ്ത് വേണ്ടി എടുത്തതാണ്. ഇത് കൊറിയറിൽ അയച്ചു കൊടുക്കാനാണ്. അത്യാവശ്യം ഇതുകൊണ്ട് ബോർഡൊക്കെ ആവശ്യമുള്ളവർ വിളിച്ചാൽ വേണമെങ്കിൽ നമുക്ക് അയച്ചു തരാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.